എല്ലാവർക്കും ഓഗസ്റ്റ് 13 പ്രീ മാർക്കറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓഗസ്റ്റ് 12 നിങ്ങളുടെ ട്രേഡിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓഗസ്റ്റ് 12 മാർക്കറ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയൊരു ബൗൺസ് കാണിച്ചു അല്ലേ? അപ്പോൾ ഓഗസ്റ്റ് 12 എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇത് ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേയിൽ നമ്മുടെ സെൻസെക്സിൻ്റെ എക്സ്പയറി ഡേയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് റിയലി ഭയങ്കരമായിട്ട് തന്നെ വോൾട്ടലായിരുന്നു അല്ലേ? മാർക്കറ്റ് സ്റ്റാർട്ടിങ്ങിൽ നല്ല രീതിയിലൊന്ന് കയറി, അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി, ചെറുതായിട്ടൊന്ന് ബൗൺസ് ചെയ്തു, പിന്നെ മാർക്കറ്റ് ഒരു സെൽ ഓഫ് ആയി. മാർക്കറ്റ് ഇനിഷ്യലി ഒരു ബൈ എന്നുള്ള രീതിയിലാണ് കാണിച്ചത്, പക്ഷേ പിന്നീട് അതൊരു സൈഡ് വൈസും പിന്നെ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലോട്ട് മാർക്കറ്റ് മൂവ് ആയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഇപ്പോൾ യൂഷ്വലി നിങ്ങളൊരു ബൈ എടുത്താണ് മാർക്കറ്റിൽ കയറിയിരിക്കുന്നതെങ്കിൽ മിക്കവാറും ഉള്ള ആൾക്കാരെല്ലാം തന്നെ ഈ സ്റ്റാർട്ടിങ്ങിൽ ഈ മൊമെൻറ്റത്തിൽ ബൈ എടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ തെറ്റൊന്നുമില്ല, കറക്റ്റാണ് ബൈ എടുത്തത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. 580, 620 ലെവലുകളിൽ മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ബൈ എടുത്ത് കയറിയിരിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. ഞാനും അറൗണ്ട് ഒരു ഈ ലെവലിലാണ് ഇന്നലെ ബൈ എടുത്ത് കയറിയത്. ഫസ്റ്റ് ക്യാൻഡിൽ അടുപ്പിച്ചൊക്കെ തന്നെ ഒരു ബൈ എൻട്രിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു 590 റേഞ്ചിലൊരു ബൈയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളത് ഹോൾഡ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് അതിൻ്റെ സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും ഇടയ്ക്കാണ് അല്ലേ? ഇവിടെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ് മാർക്കറ്റ് 24,600. അടുത്തൊരു സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസ് സോണാണ് 24,700. അതുപോലെ അടുത്തൊരു സപ്പോർട്ട് സോണാണ് 24,500. ഇവിടെ 24,600 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഒന്ന് മുകളിലോട്ട് കയറി, അത് കഴിഞ്ഞ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് സോൺ ആയിട്ടുള്ള 700, സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് സോൺ എന്നാണ് ഞാൻ പറയുന്നത്. ആക്ച്വൽ റെസിസ്റ്റൻസ് സോൺ ആയിരിക്കില്ല, സൈക്കോളജിക്കലി റെസിസ്റ്റൻസ് സോൺ ആയിട്ടുള്ള ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് വരുന്നു. അപ്പോൾ ഈ താഴോട്ട് വരുന്ന ഒരു സാധനം കാണുമ്പോഴേ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡർ ആണെങ്കിൽ എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഇതൊരു സപ്പോർട്ട് സോണാണ്. ഈ 600 എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ സപ്പോർട്ട് സോണാണ്. ഇതൊരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് സോണാണ്. സൈക്കോളജിക്കൽ സപ്പോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തു, അതുകൊണ്ട് മാർക്കറ്റ് കയറിപ്പോയി. സൈക്കോളജിക്കലായിട്ടുള്ള റെസിസ്റ്റൻസ് സോണിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാതെ തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്തു, തിരിച്ച് താഴോട്ട് റിട്രേസ് ചെയ്തു മാർക്കറ്റ്. അപ്പോൾ ഇത് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും, യൂഷ്വലി എനിക്കൊരു നെക്സ്റ്റ്, ഞാൻ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് അറൗണ്ട് ഇവിടെയാണ്. ഈ ടാർഗറ്റിൽ നിന്ന് അതൊരു റിട്രേസ്മെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മേജറായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരാതെ മുകളിലോട്ട് പോകുന്ന ഒരു സിനാരിയോ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു മാർക്കറ്റ് ട്രാപ്പിൽ നിങ്ങൾ പെട്ടുപോകരുത്. നമുക്ക് പല വ്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ട്രേഡിങ്ങിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഡിസിപ്ലിൻസും കൂടെ ഫോളോ ചെയ്താൽ മാത്രമേ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ എൻട്രിയും അതുപോലെ തന്നെ എക്സിറ്റും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഈ ദിവസം, അതായത് 12th ഓഗസ്റ്റിൽ ബേസിക്കലി ആരെങ്കിലും ഇവിടെ ലോങ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ ഇവിടെ എക്സിറ്റ് ചെയ്യാതെ പിന്നെയും വെയിറ്റ് ചെയ്ത് താഴെ വന്ന് ലാസ്റ്റ് ഈ ഒരു മൊമെൻറ്റിലൊക്കെയാണ് എക്സിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവർക്ക് മാർക്കറ്റ് തരുന്നൊരു മെയിൻ ആയിട്ടുള്ളൊരു പാഠം ഇതാണ്. അതായത് നിങ്ങൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് റീട്രേസ് ചെയ്യുന്നു എന്ന് കാണിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് നോക്കാം. ഓഗസ്റ്റ് 13 എൻ്റെ പ്രീ മാർക്കറ്റ് വീഡിയോ ആണിത്. അപ്പോൾ പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിൽ എന്തൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് ഡേയുടെ ട്രേഡിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. എനിക്ക് മേജറായിട്ട് തോന്നിയ കാര്യങ്ങൾ, ഒന്ന്, ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഡെഫിനറ്റ്ലി വന്നു. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ US-ൻ്റെ ഡേറ്റയും വന്നു. US-ൻ്റെ ഡേറ്റ മാർജിനലി കൂടിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഡേറ്റ കാണിച്ചു തരാം. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ 2.1 ആയിരുന്നു പ്രയർ ഇൻഫ്ലേഷൻ ഡേറ്റ. അത് 1.76 ആയിരുന്നു ഫോർകാസ്റ്റ്. 1.55 ആയിരുന്നു നമ്മൾ ആക്ച്വൽ വന്ന ഡേറ്റ. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ കുറയുകയാണ് ചെയ്തത്. ഇനി US-ൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ 3 ആയിരുന്നു ഫോർകാസ്റ്റ്. അത് 3.1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഡെഫിനറ്റ്ലി ഇന്ത്യക്ക് പോസിറ്റീവാണ്. US-ൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ US-ന് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് FIDIസിൻ്റെ പൊസിഷനാണ്.
എഫ് ഐസ് ഇന്നലെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇന്നലെ അവരെല്ലാം ഇൻഡിസിസീവ് ആയിട്ടുള്ളൊരു ടെറിട്ടറിയിലായിരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് അവർ എല്ലാവരും തന്നെ ബെയറിഷ് ആയിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്യൂച്ചേഴ്സിലെ എല്ലാ ഇൻഡെക്സുകളിലും ബെയറിഷ് ആണ്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്, പുട്ട് ബൈയും ചെയ്തിട്ടുണ്ട്, സ്റ്റോക്ക് സെല്ലും ചെയ്തിട്ടുണ്ട്. ദേ ആർ സൂപ്പർ ബെയറിഷ് ആണ്. ഇനി പ്രോ ട്രേഡേഴ്സ് ബുള്ളിഷ് ആയിരുന്നതിൽ നിന്ന് ബെയറിഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രോ ട്രേഡേഴ്സ് ക്ലയൻസ് ബുള്ളിഷ് തന്നെയാണ്, അതായത് റീറ്റെയിലേഴ്സ് ബുള്ളിഷ് തന്നെയാണ്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ബെയറിഷ് സെൻറ്റിമെൻ്റ് ആണ് എഫ് ഐ ഡേറ്റ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി മറ്റൊരു കാര്യം, നമുക്ക് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് നോക്കാനുണ്ട്. ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റിന് വേണ്ടി ഞാനൊരു 1 hour ചാർട്ടിലോട്ട് സ്വിച്ച് ചെയ്യുവാണ്. 1 hour ചാർട്ടിലോട്ട് സ്വിച്ച് ചെയ്യുന്നു. ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പീരീഡ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി മാർക്കറ്റ് 300 ലെവൽ 350 ലെവലിൽ നിന്ന് ഒരു 700 ലെവൽ വരെയുള്ള ഒരു റാലി ഉണ്ടായിരുന്നു. ഏകദേശം ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 700 ലെവൽ, ഈ ഒരു ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 700 ലെവൽ വരെയാണ് ഒരു റാലി ഉണ്ടായിരുന്നത്. അറൗണ്ട് ഒരു 400 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്. ആ 400 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് റിട്രൈസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. അതായത് അറൗണ്ട് ഒരു 500 ലെവലിലൊക്കെയാണ് അതിൻ്റെ 50% ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ആ ഒരു 500 ലെവലിലാണ് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഫിബൊനാച്ചി അനുസരിച്ച് ആ 50% ഒരു സപ്പോർട്ട് ലെവലാണ്. അതുകൊണ്ട് തന്നെ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ഡേറ്റയാണ് ഫിബൊനാച്ചി മാർക്കറ്റിന് കാണിക്കുന്നത്. ഇനി ഏഷ്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിത് ഈ വീഡിയോ എടുക്കുന്നത് ഓഗസ്റ്റ് 12 ആണ്. ഓഗസ്റ്റ് 13 തന്നെ നൈറ്റ് 12 മണിക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഏഷ്യയുടെ മാർക്കറ്റ്സ് എല്ലാം തന്നെ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 12 ബേസിക്കലി ഇതെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം പോസിറ്റീവായിരുന്നു എക്സെപ്റ്റ് നിഫ്റ്റി മാത്രമാണ് പോസിറ്റീവ് അല്ലാതിരുന്ന മാർക്കറ്റ്. അതുകൊണ്ട് ഏഷ്യൻ മാർക്കറ്റിൻ്റെ ഇൻഫ്ലുവൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബുള്ളിഷ് ആവേണ്ടതാണ്. അതൊരു പോസിറ്റീവാണ് നിഫ്റ്റിക്ക്. ഒരു ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ ഒരു അധികം നെഗറ്റീവ് ടെറിട്ടറിയിലോട്ട് പോവാതെ ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഈ ഗ്ലോബൽ ഏഷ്യൻ മാർക്കറ്റ്സിൻ്റെ പോസിറ്റീവ്നെസ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. പക്ഷേ 12 ഓഗസ്റ്റിൽ നമ്മുടെ ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. പക്ഷേ നിഫ്റ്റി നെഗറ്റീവ് ടെറിട്ടറിയിലോട്ടാണ് പോയത്. ആ ഒരു കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ പോസിറ്റീവ്നെസ്സും നിഫ്റ്റി അണ്ടർ പെർഫോമിങ്ങും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു പെർഫോമൻസിൽ ഒരു വൈഡ് ഗ്യാപ്പ് ഉണ്ട് അല്ലേ. അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ആ ഗ്യാപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകത്തില്ലല്ലോ അല്ലേ. ബേസിക്കലി ഗ്ലോബൽ മൊമെൻറ്റ്സും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയും ആ രീതിയിൽ വരേണ്ടതാണ് ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഡേറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട് നിഫ്റ്റിയിൽ. അതൊരു പോസിറ്റീവ്നെസ്സിന് ചാൻസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം, അതായത് OI-ൻ്റെ ഡേറ്റ നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റ നോക്കുകയാണെങ്കിൽ, ഒരു മിനിറ്റ്, ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റയിൽ ബേസിക്കലി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് നോക്കുകയാണെങ്കിൽ പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് അൺവൈൻഡും ആയിട്ടുണ്ട്. അതായത് കോൾ റൈറ്റിംഗ് കൂടിയിട്ടുണ്ട്, പുട്ട് റൈറ്റിംഗ് അതനുസരിച്ച് കൂടിയിട്ടില്ല, കുറയുവാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 600 ലെവലിലും 700 ലെവലിലും എല്ലാം തന്നെ കോൾ സെല് ചെയ്തിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി പുട്ട് ബൈ 400 ലെവലിലും 300 ലെവലിലും ഒക്കെ ഉള്ളതിനേക്കാളും. പുട്ട് ബൈ അല്ല, പുട്ട് സെല്ല് 400 ലെവലിലും 300 ലെവലിലും ഉള്ളതിനേക്കാളും. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മേ ബി മാർക്കറ്റ് ഒരു ബെയറിഷ് മൂഡിലാണ് എന്നുള്ള രീതിയിലാണ് OI-യുടെ ഡേറ്റ നമുക്ക് കാണിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ CPR ഡേറ്റ നോക്കുവാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ CPR-ൽ ബാങ്ക് നിഫ്റ്റി ഒരു ബെയറിഷ് ടെറിട്ടറിയിലാണ്. CPR ലെവൽസ് മുകളിലാണ്, പ്രൈസിൻ്റെ ലെവലിനേക്കാളും മുകളിലാണ്. ഒരു ട്രേഡിംഗ് കൈൻഡ് ഓഫ് സെറ്റപ്പിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ CPR നിൽക്കുന്നത്. ഇനി IT-യുടെ CPR നോക്കുകയാണെങ്കിൽ, IT CPR ഒരു ബുള്ളിഷ് ടെറിട്ടറിയിലാണ്. വളരെ നാരോ വിഡ്ത്ത് ആയിട്ടുള്ള ഒരു CPR ആണ്, അതിന് മുകളിലാണ് IT-യുടെ CPR. അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് മാർക്കറ്റിന്. ഇനി ഓട്ടോയുടെ CPR നോക്കുകയാണെങ്കിൽ, ഓട്ടോ CPRും ഇതുപോലെ തന്നെ ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിലാണ്. CPR-ന് മുകളിലാണ് പ്രൈസ് നിൽക്കുന്നത്.
CPR നാരോ റേഞ്ചിലുമാണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വോളിയം പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാലോ. ബാങ്ക് നിഫ്റ്റിയുടെ വോളിയം പ്രൊഫൈൽ നോക്കിയാൽ ഈ വോളിയം പ്രൊഫൈലിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വോളിയം പ്രൊഫൈലിൽ പല പല സമയങ്ങളിലായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിനെ അടുപ്പിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ സെല്ലേഴ്സിൻ്റെ വോളിയമാണ് കൂടുതൽ. അത് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷനാണ്. ഓവറോൾ മാർക്കറ്റിന് ഒരു ബെയറിഷ് ആയിട്ടുള്ള ഇൻഡിക്കേഷനാണ്. ഇനി ഓർഡർ ഫ്ലോ അനാലിസിസ് നോക്കിയാൽ ഇന്നലെ മാർക്കറ്റ് എൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് August 12 മാർക്കറ്റ് എൻഡ് ചെയ്യുന്ന സമയത്ത് അറൗണ്ട് നെറ്റ് 276,000 ഓളം വോളിയത്തിൽ സെല്ല് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. നെറ്റായിട്ട്, അതായത് ടോട്ടൽ ഈ ഫുൾ ഡേ 12 August ഫുൾ ഡേ ആയിട്ട് നോക്കുകയാണെങ്കിൽ 276,000 റുപ്പീസിൻ്റെ വാല്യൂവിൽ ഉള്ള സെൽ പ്രഷർ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും നമ്പർ ഓഫ് സെല്ലേഴ്സായിട്ട് മാർക്കറ്റിൽ ആഡ് ആയിട്ടുണ്ട്. ടോട്ടൽ വോളിയം അല്ല ഇത് കാണിക്കുന്നത്. നെറ്റായിട്ട് ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. നെറ്റായിട്ട് ഇത്രയും സെല്ലേഴ്സ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ആ ഒരു ഫുൾ ഡേ എടുക്കുകയാണെങ്കിൽ, August 12 എന്നുള്ള ഫുൾ ഡേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് പ്രഷർ മാർക്കറ്റിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നാളെ ട്രേഡിങ്ങിന് വേണ്ടിയുള്ള നമ്മുടെ ഡേറ്റ നമ്മൾ മെയിനായിട്ട് നോക്കിയത്, ഒന്ന് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ, അതൊരു ബുള്ളിഷ് ഡേറ്റ ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി FIDIXൻ്റെ ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അതൊരു ബെയറിഷ് ആണ്. ഇനി റിട്രൈസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ, ഫിബൊനാച്ചി റിട്രൈസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അത് ഒരു ബുള്ളിഷ് ഓവർവ്യൂ ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ്സ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ബുള്ളിഷ് മൊമെൻറ്റമാണ് കാണിക്കുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റും നമ്മുടെ നിഫ്റ്റിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ബുള്ളിഷ് എന്നുള്ള രീതിയിലൊരു ഡേറ്റയാണ് കാണിക്കുന്നത്. OI ലെവൽസ് നോക്കുകയാണെങ്കിൽ OI ലെവൽസ് ഒരു ബെയറിഷ് ആയിട്ടുള്ള രീതിയിലുള്ള ഡേറ്റയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ CPR നോക്കിയാൽ അത് ബെയറിഷ് ആണ്. എന്നാൽ IT-യുടെയും ഓട്ടോയുടെയും CPR നോക്കിക്കഴിഞ്ഞാൽ അതൊരു ബുള്ളിഷാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ തന്നെ വോളിയം പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെയറിഷ് ആണ്. എന്നാൽ ഓർഡർ ഫ്ലോ അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ അതും ബെയറിഷ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ ഈ കാര്യങ്ങളുണ്ടല്ലോ, ഒരു അറൗണ്ട് ഒരു 11 ഡേറ്റ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഈ 11 ഡേറ്റ പോയിന്റ്സിൽ 1 2 3 4 5 ഐറ്റംസ് ബെയറിഷും 6 ഐറ്റംസ് ബുള്ളിഷും ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഏകദേശം ഒരു ട്രേഡിംഗ് റേഞ്ചിൽ കളിക്കുന്ന ഒരു മാർക്കറ്റ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഡെഫിനറ്റ്ലി നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു അനാലിസിസ് നിങ്ങൾ ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് വേണം നിങ്ങൾ വായിക്കാൻ. എന്നാൽ മാത്രമേ മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഈ പ്രീ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് പാർട്ട് ഓഫ് അനാലിസിസ് മാത്രമാണ്. നിങ്ങൾ ആക്ച്വൽ ട്രേഡ് ചെയ്തതിന് ശേഷം ട്രേഡ് ചെയ്തിട്ട് ഓരോ ദിവസത്തെയും ട്രേഡിങ്ങിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായി, എന്തുകൊണ്ട് നിങ്ങൾക്ക് ലോസ് ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു ജേർണലും കൂടെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, മാർക്കറ്റിൻ്റെ ബിഹേവിയർ ചേഞ്ചസ്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ട്രേഡിങ്ങിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ശരിക്കും നമ്മളൊരു കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ലേണിംഗ് വേണമല്ലേ. ലേണിംഗ് ഇല്ലാതെ ഒരിക്കലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. നമ്മളൊരു 1000 ദിവസം ട്രേഡ് ചെയ്താലും നമുക്ക് ഒരു ലേണിംഗ് പോലും ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും? എന്നാൽ നിങ്ങളൊരു 10 ദിവസമേ ട്രേഡ് ചെയ്യുന്നുള്ളെങ്കിലും ഈ 10 ദിവസവും ഓരോ ദിവസവും നിങ്ങൾ ലേൺ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഓരോ ദിവസത്തെയും നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ എന്തുകൊണ്ട് പ്രോഫിറ്റബിളായി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയ റിയലൈസേഷനിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റിനെ ബീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നിങ്ങൾക്കുണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി തന്നെ ഉണ്ടാവും. ഓരോ ദിവസവും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ബേസിക്കലി മറ്റ് ട്രേഡേഴ്സിനെ ബീറ്റ് ചെയ്യുവാണ്. കാരണം ഇതൊരു കോമ്പറ്റീഷനാണല്ലേ. മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കോമ്പറ്റീഷൻ തന്നെയാണ്. ആ കോമ്പറ്റീഷനിൽ നിങ്ങൾ പതുക്കെ പതുക്കെ എല്ലാ ദിവസവും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറും. മാറാതിരിക്കാൻ യാതൊരു വഴിയുമില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രീ മാർക്കറ്റ് വീഡിയോ. നാളെ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റട്ടെ. നിങ്ങൾക്ക് ഒരു ഹാപ്പി ട്രേഡിംഗ് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇന്നിവിടെ നിർത്തുന്നു. ബൈ ബൈ.